നമസ്കാരം. 2026 കേരളത്തിൽ നിയമസഭാ ഇലക്ഷൻ വരികയാണ്. ഇത്തവണ നിയമസഭാ ഇലക്ഷന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇടതുപക്ഷമാണ് അധികാരത്തിലേക്ക് എത്തുന്നതെങ്കിൽ തുടർച്ചയായി 15ാം വർഷത്തിലേക്ക്, അതായത് 10 വർഷം കഴിഞ്ഞ് 11ാം വർഷത്തിൽ അവർ അധികാരത്തിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി ഐക്യജനാധിപത്യ മുന്നണിയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷം അധികാരവുമായി വിട്ടുനിന്ന ശേഷം വീണ്ടും അധികാരത്തിലേക്ക് എത്തുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ഈ രണ്ട് കക്ഷികളല്ലാതെ BJPക്ക് പെട്ടെന്നൊരു ഭരണ സംവിധാനത്തിലേക്ക് കേരളത്തിൽ എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. എന്നാൽ ഈ ഇടതുപക്ഷ ചേരികളിൽ ഇപ്പോൾ സജീവമായിക്കൊണ്ടിരിക്കുന്ന ഒരു ചർച്ച, അതായത് 10 വർഷത്തിന് ശേഷം വീണ്ടും ഒരു തുടർ ഭരണം കൂടി വേണമോ എന്നുള്ളതാണ്. എപ്പോഴും ഇടതുപക്ഷത്തെ മുന്നോട്ട് നയിക്കുന്നത് ശക്തമായ സമര പരിപാടികളാണ്. എന്നാൽ 10 വർഷത്തോളമായി കേരളത്തിൽ ഒരുവിധ സമരങ്ങളും നടക്കുന്നില്ല എന്നത് ഇടതുപക്ഷത്തിൻ്റെ വളർച്ചയെ മുരടിപ്പിച്ചു എന്നുള്ള ചിന്താഗതിക്കാർ, അതായത് അത്തരം ചിന്താഗതിയുമായി നിൽക്കുന്ന ഒരുപാട് നേതാക്കളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ വരുന്ന ഇലക്ഷനിൽ ഒന്ന് വിട്ടുപിടിച്ചാലോ എന്നുള്ള ഒരു ആശയം അവരുടെ ഇടയിൽ ശക്തമാണ്. കാരണം അവരുടെ ബുദ്ധിജീവികളുടെ ഇടയിൽ ഇത്തരമൊരു ആശയം, ഇത്തരമൊരു ചർച്ചകളൊക്കെ വളരെ സജീവമായി മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം. എന്നാൽ ഐക്യജനാധിപത്യ മുന്നണിക്കാണെങ്കിൽ ഒരു മടങ്ങി വന്നേ തീരൂ. കാരണം 10 വർഷം അധികാരത്തിന് പുറത്തിരിക്കുമ്പോൾ ഘടകകക്ഷികളിൽ പോലും ചില വിള്ളലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട്, മാത്രമല്ല സാമ്പത്തികമായി ഒരുപാട് ക്ലേശങ്ങൾ കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ഇപ്പോൾ നേരിടുന്നുണ്ട്. കോൺഗ്രസ് അടക്കമുള്ള ഐക്യജനാധിപത്യ മുന്നണി, മുസ്ലിം ലീഗ് ആയിക്കോട്ടെ, കേരള കോൺഗ്രസ് ആയിക്കോട്ടെ. അപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ അല്ലെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ ഒരു അധികാരത്തിലേക്കുള്ള വരവ് തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനായുള്ള സജീവമായ ചർച്ചകൾ, അതിനായുള്ള പ്രവർത്തനങ്ങൾക്ക് വളരെ ഊർജിതമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ, KC വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ എങ്ങനെയും ഒരു അധികാരം പിടിച്ചെടുക്കണമെന്നുള്ള ഒരു ചിന്തയുടെ ഭാഗമായി അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാനും സജീവമാക്കുവാനുമുള്ള ചർച്ചകൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഐക്യജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് കേരളത്തിൽ അധികാരത്തിലേക്ക് വരുന്നതെങ്കിൽ മുഖ്യമന്ത്രി പദത്തിൽ ആരെത്തും എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകളും അതിനോടൊപ്പം സജീവമാവുകയാണ്. രണ്ട് പേരുകളാണ് ഇപ്പോൾ നിലവിലായി സജീവമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവായ VD സതീശൻ്റെ പേര് തന്നെയാണ്. കുറച്ച് നാളുകളായി വളരെ സജീവമായിട്ട് വളരെ എല്ലാ തരത്തിലുള്ള ആളുകളുടെയും ഇടയിൽ ഒരു കൂടുതൽ പേരെടുത്ത ഒരു വ്യക്തി തന്നെയാണ്, ഒരു നേതാവ് തന്നെയാണ് VD സതീശൻ എന്നതിൽ തർക്കമില്ല. അത് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നായാലും കേരള കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നായാലും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കൾക്കിടയിലാണെങ്കിലും VD സതീശനെ മാറ്റി നിർത്താൻ പറ്റില്ല. കാരണം തെരഞ്ഞെടുപ്പുകളിൽ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ മിന്നുന്ന പ്രകടനം കേരളത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സജീവമായി ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു പേര് VD സതീശൻ്റെതാണ്. മാത്രവുമല്ല പ്രതിപക്ഷ നേതാവ് കൂടിയാണ് അദ്ദേഹം. എന്നാൽ മുൻ പ്രതിപക്ഷ നേതാവും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന രമേശ് ചെന്നിത്തല ഒരു 2-3 വർഷം ഒരു കേരളത്തിലെ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിന്നുവെങ്കിലും കഴിഞ്ഞ ഒരു 6-7 മാസമായി സജീവമായി കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വ്യക്തമാണ്. അത് ഈ മുഖ്യമന്ത്രി കസേരയെ അദ്ദേഹം ലക്ഷ്യം വയ്ക്കുന്നുണ്ട് എന്നതിന് യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തോട് അടുപ്പമുള്ള നേതാക്കളും അത്തരത്തിലുള്ള ചിന്താഗതികളിൽ തന്നെയാണുള്ളത്. ഇപ്പോൾ ഏറ്റവും അധികം പോപ്പുലറായി കോൺഗ്രസിലെ നേതാക്കളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പേര് തന്നെയാണ് രമേശ് ചെന്നിത്തല. സമുദായ സംഘടനകൾ പോലും അദ്ദേഹത്തെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം. കുറച്ച് നാളുകളായി രാഷ്ട്രീയ പാർട്ടികളെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളെ പെരുന്നയിലേക്ക്, NSSൻ്റെ ആസ്ഥാനമായ പെരുന്നയിലേക്ക് അതിന് നേതൃത്വം അടുപ്പിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്രാവശ്യം അതിൻ്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് രമേശ് ചെന്നിത്തല MLA ആണ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ ഒരു MLA മാത്രമാണ് രമേശ് ചെന്നിത്തല. കോൺഗ്രസിൻ്റെ നേതാവ് എന്നതിലുപരി അദ്ദേഹത്തിന് മറ്റു വലിയ സ്ഥാനമാനങ്ങളൊന്നും ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഹരിപ്പാട് അവിടെ നിന്നും ജയിച്ച ഒരു MLA മാത്രമാണ്. എന്നാൽ കോൺഗ്രസിൻ്റെ നേതാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സജീവമായി നായർ സർവീസ് സൊസൈറ്റിയുമായി അടുത്ത് നിൽക്കുന്ന വ്യക്തി കൂടി ആയതുകൊണ്ട് ഇത്തവണ ആ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് രമേശ് ചെന്നിത്തലയാണ്. അത് നായർ സമുദായത്തോട് കൂടുതൽ രമേശ് ചെന്നിത്തല അടുക്കുന്നു, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോട് കൂടുതൽ നായർ സമുദായം അടുക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. മറ്റൊന്ന് SNDPയുടെ ഇത്തവണത്തെ മഹാസമ്മേളനത്തിലും രമേശ് ചെന്നിത്തല പങ്കെടുക്കുകയുണ്ടായി. എന്നാൽ കഴിഞ്ഞ തവണ ഈ SNDPയുടെ പരിപാടിയിൽ VD സതീശനാണ് പങ്കെടുത്തതെങ്കിൽ ഇപ്രാവശ്യം അതിന് മാറ്റം വന്നിരിക്കുന്നു. രമേശ് ചെന്നിത്തല ആ പരിപാടിയിൽ പങ്കെടുത്തു കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ മേഖലകളിലും ഒരു സജീവമായ സാന്നിധ്യം രമേശ് ചെന്നിത്തല ഉറപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തല അടുത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദം ലക്ഷ്യം കാണുന്നുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. മറ്റൊന്ന്, മുസ്ലിം ലീഗിന് ഏറ്റവും അടുപ്പമുള്ള നേതാക്കളിൽ ഒരാൾ തന്നെയാണ്. അത് എക്കാലവും കരുണാകരനുള്ള കാലം മുതൽ തന്നെ, KK കരുണാകരനുള്ള കാലം മുതൽ തന്നെ, ഉമ്മൻചാണ്ടി ഉള്ള കാലം മുതൽ തന്നെ
ഈ മുസ്ലിം ലീഗുമായിട്ട് ഏറ്റവും അടുത്ത നേതാക്കളിൽ ഒരാൾ തന്നെയാണ് രമേശ് ചെന്നിത്തല. പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടിയുമായി വലിയ തോതിലുള്ള ബന്ധം, വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആൾ കൂടിയാണ്. കാരണം കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗുമായിട്ട് വേർതിരിച്ചെടുക്കാൻ പറ്റില്ല, അത്രമാത്രം ബന്ധമുള്ള കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കിന് ഒരു മറുത്തൊരു വാക്ക് ഉണ്ടാകും എന്ന് തോന്നില്ല. കാരണം പാണക്കാട് അധ്യക്ഷനൊക്കെ അവിടെ ഉണ്ടെങ്കിലും, പാണക്കാട് തലമുറയിൽപ്പെട്ട പാണക്കാട് കുടുംബത്തിലെ അംഗം അവിടെ ഉണ്ടെങ്കിലും കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കിന് ഒരു മറുവാക്ക് പറയാനുള്ള സാധ്യതയൊന്നും പാണക്കാട് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നില്ല, അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ മുന്നോട്ട് വയ്ക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞാലിക്കുട്ടിക്ക് മുസ്ലിം ലീഗിൽ വലിയ വ്യക്തമായ ഒരു സ്വാധീനമുണ്ട്. അപ്പോൾ ആ സ്വാധീനം മുതലെടുത്തുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് രമേശ് ചെന്നിത്തല ഉറപ്പിക്കുന്നു. അത്തരത്തിലുള്ള ചില പ്രവണതകൾ വന്നു തുടങ്ങിയിട്ടുമുണ്ട്. കാരണം മുസ്ലിം ലീഗിൻ്റെ ഒരു സമസ്ത എന്ന മുനമ്പത്ത്, അതിൻ്റെ സമസ്തയുടെ സ്ഥാപനമായ പട്ടിക്കാട് ജാമിയ നൂരിയ അറബിയയുടെ 62ാം വാർഷിക സമ്മേളനത്തിൽ ചെന്നിത്തല പങ്കെടുക്കുന്നു എന്നത് വളരെ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത്തരം രാഷ്ട്രീയമായ പശ്ചാത്തലം നിലനിൽക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു സമ്മേളനത്തിൽ രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. മറ്റൊന്ന്, ഈ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് വി.ഡി. സതീശൻ ചില പ്രസ്താവനകൾ നടത്തിയത് മുസ്ലിം ലീഗിനെ ചൊടിപ്പിക്കുകയുമുണ്ടായി. അതൊക്കെ കൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് വി.ഡി. സതീശനോട് ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ മുതലെടുത്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തല മുസ്ലിം ലീഗുമായിട്ട് കുഞ്ഞാലിക്കുട്ടിയുമായിട്ടൊക്കെ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അടുത്ത തവണ 2026 നടക്കാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് വിജയമുണ്ടായാൽ, അല്ലെങ്കിൽ കോൺഗ്രസിന് വിജയമുണ്ടായാൽ, തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തലയെ മാറ്റി നിർത്താൻ കഴിയില്ല എന്ന് വ്യക്തമാക്കുന്ന ചില സംഭവങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. എന്തായാലും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അധികാരത്തിലേക്ക് എത്തിയാൽ ഒന്നുകിൽ വി.ഡി. സതീശൻ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല. പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്ക് മുൻതൂക്കം ഉണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് സമുദായ സംഘടനകളെ അടുപ്പിക്കുന്നു, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി കൂടുതൽ വ്യക്തിബന്ധം പുലർത്താൻ ശ്രമിക്കുന്നു. അതൊക്കെ രമേശ് ചെന്നിത്തലയുടെ പോസിറ്റീവ് ഘടകങ്ങൾ തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കും. തീർച്ചയായിട്ടും